ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഡാറ്റാബേസ് റീസ്റ്റോർ അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. നമ്മൾ എൻ്റർ ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും സേവ് ചെയ്യുന്നത് ഡാറ്റാബേസിലാണ്. അതായത് നമ്മൾ സേവ് ചെയ്യുന്ന ഐറ്റം ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സെയിൽസ്, പർച്ചേസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ സേവ് ചെയ്യുന്നത് ഡാറ്റാബേസിലേക്കാണ് സേവ് ആവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒരു ഹാർഡ്വെയർ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡാറ്റാസൊക്കെ നഷ്ടമാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് ബാക്കപ്പ് അല്ലെങ്കിൽ റീസ്റ്റോർ ഈ രണ്ട് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡാറ്റാബേസ് ബാക്കപ്പ് ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് ഒന്നെങ്കിൽ നമുക്ക് മാനുവലി ഡാറ്റാബേസ് ബാക്കപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജനറൽ ടാബിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബാക്കപ്പ് ഡാറ്റാബേസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഡു യു വാണ്ട് ടു ടേക്ക് ഡാറ്റാബേസ് ബാക്കപ്പ് എന്നുള്ളൊരു കൺഫർമേഷൻ ചോദിക്കും. ഇവിടെ നമ്മൾ എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡാറ്റാബേസ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കൊരു ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ജസ്റ്റ് സേവ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മുടെ ഡാറ്റാബേസ് സേവ് ആയിക്കോളും. പിന്നെ നമുക്കുള്ളൊരു റീസ്റ്റോർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഇവിടെ സേവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പെൻഡ്രൈവ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെൻഡ്രൈവിലേക്ക് നമുക്ക് ഈ ഒരു ഡാറ്റാബേസ് നമുക്കിപ്പോൾ സേവ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പഴയ ഡാറ്റ വേണമെങ്കിൽ നമുക്ക് റീസ്റ്റോർ ചെയ്യാം. അപ്പോൾ അതിനായി നമുക്ക് ജസ്റ്റ് റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ ഒരു ഫയൽ നമുക്ക് ജസ്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓപ്പൺ പ്രസ് ചെയ്തിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡാറ്റാബേസ് നമുക്ക് റീസ്റ്റോർ ആയി കിട്ടും. അപ്പോൾ ആ ഒരു ഡാറ്റാബേസിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്കുള്ളത് ആ ഒരു ഡീറ്റെയിൽസിലേക്ക് പിന്നെ നമ്മുടെ സിസ്റ്റത്തിൽ കാണുക. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡാറ്റാബേസ് ബാക്കപ്പ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ജസ്റ്റ് സെറ്റിങ്സിലേക്ക് വരിക. ഇവിടെ നമുക്ക് ഓട്ടോ ബാക്കപ്പ് എനേബിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പാത്ത് നമ്മൾ ചൂസ് ചെയ്യുക. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഡാറ്റാബേസിനായിട്ട് നമുക്കൊരു പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഒരു എക്സ്റ്റേണൽ പെൻഡ്രൈവ് കൊടുത്തിട്ട് ആ ഒരു പെൻഡ്രൈവ് നമുക്ക് ജസ്റ്റ് ഒരു ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റാബേസ് ബാക്കപ്പ്. ഓക്കെ, ഈ ഒരു പാത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഓക്കെ സേവ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാത്ത് നമുക്കിവിടെ സേവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡാറ്റാബേസ് ബാക്കപ്പ് ആയിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ഒരു പാത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡാറ്റാബേസ് ബാക്കപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഡാറ്റാബേസ് വേണമെങ്കിൽ റീസ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പെൻ ഡ്രൈവിലേക്ക് ചെയ്യണമെന്ന് പറയുന്നത് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സി ഡ്രൈവിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക് ബാക്കപ്പ് സെറ്റ് ചെയ്യരുത്. കാരണം സി ഡ്രൈവ് നമ്മൾ എന്തെങ്കിലും OS റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നോർമലി എല്ലാവരും സി ഡ്രൈവ് ആയിരിക്കും നമ്മൾ ഫോർമാറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ വേറൊരു ഡ്രൈവിലേക്ക് നമ്മൾ ബാക്കപ്പ് സെറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഏറ്റവും സേഫായ രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് ആ ഒരു പെൻ ഡ്രൈവിലേക്ക് നമുക്ക് ബാക്കപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് വേറെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഹാർഡ്വെയർ റിലേറ്റഡ് എന്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെൻ ഡ്രൈവിൽ നമ്മുടെ ഡാറ്റ സെക്യൂർഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.